ദുരന്ത ജീവിതം കണ്ട് സഹിക്കാനാവാതെ സ്വന്തം കൊച്ചുമകൻ രഹസ്യമായി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയതോടെയാണ് ഒരു കുടുംബത്തിലെ ക്രൂരമായ പീഡന കഥ പുറം ലോകം അറിയുന്നത്. പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നടന്ന ഈ ദാരുണമായ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് യുവതി നിരന്തരമായി തന്നെ ഉപദ്രവിക്കുന്നു എന്നതാണ് മർദ്ദനമേറ്റ അമ്മ പോലീസിനോട് വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ മരുമകളായ ഹർജിത് കൗറിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്മയെ മരുമകൾ ഹർജിത് കൗർ മുടിയിൽ കുത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു. ഈ ദൃശ്യങ്ങളിൽ സ്വന്തം അമ്മൂമ്മയെ മർദ്ദിക്കരുതെന്ന് ഹർജിത്തിന്റെ മകനും ഗുർബജൻ കൗറിന്റെ പേരക്കുട്ടിയുമായ ചരത്വീർ സിംഗ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നതും കേൾക്കാം. എന്നാൽ കുട്ടിയുടെ അപേക്ഷ അവഗണിച്ച് കൗർ തന്റെ ആക്രമണം തുടർന്നു. മുടിയിലെ പിടിവിട്ടെങ്കിലും അവർ വയോധികയെ ചീത്ത വിളിക്കുകയും അടിക്കുകയും കസാരയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. വീഡിയോയിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് വയോധികയെ 2 തവണ അടിക്കുകയും തറയിലിട്ട് തല്ലുകയും ചെയ്യുന്നു. വയോധിക ഉച്ചത്തിൽ കരയുന്നതും വീഡിയോയിലുണ്ട്. ഈ വീഡിയോ ക്ലിപ്പ് പോലീസിന് കൈമാറിയത് ചരത്വീർ സിംഗ് ആണ്. താൻ എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അമ്മൂമ്മയെ അമ്മ നിരന്തരം മർദ്ദിക്കുന്നതിന്റെ തെളിവുകൾ ശേഖരിക്കുകയാണെന്നാണ് ഈ 15-കാരൻ നൽകിയ മൊഴി. ഹർജിത് കൗർ സ്ഥിരമായി മദ്യപിച്ചെത്തി അമ്മൂമ്മയെ മർദ്ദിക്കാറുണ്ടെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തന്നെയും അച്ഛനെയും അമ്മ മർദ്ദിക്കാറുണ്ടെന്നും കുട്ടി വെളിപ്പെടുത്തി. നേരത്തെയും അമ്മ അച്ഛനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിക്കുന്നതിന്റെയും മുത്തശ്ശിയെ ഉപദ്രവിക്കുന്നതിന്റെയും വീഡിയോകൾ ശരത് സേവാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീടിന്റെ അകത്തളത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് പുറം ലോകം അറിയുന്നത് അപൂർവമാണ്. പലപ്പോഴും ഭയവും നാണക്കേടും കാരണം ഇരകൾ പരാതിപ്പെടാൻ മടിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ചരത്വീർ സിംഗിനെ പോലുള്ള കുട്ടികൾ കാണിക്കുന്ന ധൈര്യം പ്രശംസനീയമാണ്. തനിക്ക് ചുറ്റും നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെതിരെ പ്രതികരിക്കാൻ അവൻ തയ്യാറായി. ഒരു കുട്ടിയുടെ മനസ്സിനെ ഈ സംഭവം എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ക്രൂരതകൾക്കെല്ലാം സാക്ഷിയായ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ നിർണായകമാണ്. ചരത്വീറിന്റെ ഈ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൗനമായ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന അതിക്രമങ്ങൾ ആ കുടുംബത്തിന് മാത്രം കാര്യമാണെന്നുള്ള പൊതുബോധം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആക്രമണങ്ങൾ ഏത് രൂപത്തിലായാലും അത് സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ധൈര്യം എല്ലാവരും കാണിക്കണം. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വത്തിനോ മറ്റു സാമ്പത്തിക കാര്യങ്ങൾക്കോ വേണ്ടി സ്വന്തം മക്കളോ മരുമക്കളോ അവരെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ദിനംപ്രതി കൂടുകയാണ്. ഈ സംഭവത്തിൽ ആ അമ്മ നേരിട്ടത് ക്രൂരമായ പീഡനമാണ്. നിയമപരമായ സംരക്ഷണം ലഭിക്കാതെ അവർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിനും അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതിനും നിയമനിർമ്മാണം നടത്തണം. ഹർജിത് കൗറിനെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് നിയമപരമായി ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ ചരത്വീറിനും ഗുർബജൻ കൗറിനും സുരക്ഷിതമായ ഒരു ജീവിതം കൂടി ഉറപ്പുവരുത്തണം. ഈ സംഭവം നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ പാഠമാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരാത്തതും അവ റിപ്പോർട്ട് ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്തതും വലിയൊരു പ്രശ്നമാണ്. ഈ സംഭവം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കുടുംബത്തിനകത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. ഓരോ വ്യക്തിക്കും സുരക്ഷിതമായിരിക്കണം. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ഒരുമിച്ച് നിൽക്കണം. നിയമപാലകർക്ക് മാത്രമല്ല ഓരോ പൗരനും അതിക്രമങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ സംഭവത്തിൽ പോലീസിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും പ്രതികരണം എന്തായിരിക്കുമെന്ന് സമൂഹം ഉറ്റുനോക്കുകയാണ്. ഇവർക്ക് നീതി ലഭിക്കുകയും ഇത്തരം ആക്രമങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ്.